ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നെന്തോ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഉള്ളി അരിയുന്നതാണ് കേട്ടോ. സവാള കട്ട് ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ ഇത് സവാള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളെ ബാപ്പയുടെ ആണ്ടാണ്, രണ്ടാമത്തെ ആണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ചിക്കൻ കഴുകുന്നത് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി കട്ട് ചെയ്തത് ഇത്രയും ആയിട്ടോ. പിന്നെ പച്ചമുളകാണ്, അതും മെഷീൻ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കൊടുവള്ളിയിൽക്കാരൻ ഗഫൂർ ഖാൻ്റെ ഒരു ബിരിയാണിയാണ്, ദം ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. വന്നവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള നല്ലൊരു ബിരിയാണിയായിരുന്നു. ഇപ്പോൾ പച്ചമുളക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി തക്കാളിയാണ്. തക്കാളിയും ഈ മെഷീനിൽ കൂടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടതിന് ശേഷം തൈര് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ്. ഇതുപോലെ നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നേരത്തെ ഞങ്ങൾ കഴുകിയ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബീഫ് കഴുകുന്നത് ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ബീഫൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലക്കുള്ളത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മല്ലിയില പുതിനയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫ് കഴുകി കൊണ്ടുവരുന്ന കാണാം. 25 കിലോയാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനുള്ള ബീഫാണത്. അപ്പോൾ മല്ലിയിലേക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞങ്ങൾ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി അതും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ബീഫും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം, എല്ലാം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഗഫൂർ ഖാൻ കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ നമ്പറൊക്കെ വാങ്ങിയിട്ട് ഒന്ന് വിളിച്ചോളൂ. നമ്പർ ആവശ്യമുള്ളവരൊന്ന് കമൻറ്റിലൊന്ന് അറിയിച്ചാൽ മതി, നമ്പറൊക്കെ തരാം. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഒക്കെ കൈവച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. ഇത് കുറേ ചിരട്ട അടിയിൽ വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കുകയാണ് ചെയ്യുക. അതിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ കുറേ വിറകിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ചിരട്ടയാണ് ഇതിന് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതേപോലെ നല്ലോണം പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി അമർത്തി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവരാക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ നല്ല ഈസി ആയിരിക്കും. നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്നും ചെയ്തെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം. അടിപൊളി ബിരിയാണി ആയിരിക്കും. ഇനി ഇതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം ചെയ്യാൻ വെക്കുന്നുണ്ട്. ഉരുളി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഉരുളി എത്തിച്ചിട്ടുണ്ട്. അടുത്ത അടുപ്പും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ബിരിയാണിയിലേക്ക് വേണ്ട
സവാളയും മറ്റും ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പിന്നെ പായസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാ വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പായസം അടിപൊളി പായസമായിരുന്നു, മിക്സഡ് പായസമായിരുന്നു. അപ്പോൾ അതാ ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നൊക്കെ ഉണ്ടാക്കുന്ന മെനു എന്ന് വെച്ചാൽ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ പായസം, സാദാ ചോറും പച്ചക്കറിയും മീൻകറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 7 മണീൻ്റെ മുമ്പായിട്ട് തന്നെ ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ കുട്ടികളും വേറുള്ളവർക്കാണ് കേട്ടോ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതിലേക്ക് ഇടാനുള്ള അണ്ടിയും മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതാ നെയ്യ്, സുർക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. സവാള കോരിയെടുക്കുകയാണ്. നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതാ അണ്ടിയും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. ഇവർ ചെയ്യുന്ന രീതി കണ്ടോ, ഈ കോരിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കാഷ്നട്ട് ഇതാ ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനി ഇതാ കോരി മാറ്റുന്നുണ്ട്. വേറൊരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 25 കിലോ റൈസിനുള്ളതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്യാണ്. അടിപൊളി കളറാണ് കേട്ടോ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതും മാറ്റിയെടുക്കുകയാണ്. അടുത്തതായിട്ട് ഫ്രൈ ചെയ്യുന്നത് കറിവേപ്പിലയാണ്. അത് തണ്ടോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് കോരി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി കളറാണ് കേട്ടോ. ഇനി ഉരുളി ഇറക്കി വെക്കുകയാണ്. ഇനി ഇവിടേക്ക് റൈസിനുള്ള പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് റൈസ് എടുത്തിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി. അപ്പോൾ ഇതാളെന്ന് ഇവർ തന്നെയാണ് കഴുകി കൊടുത്തിട്ടുള്ളത്. നമുക്കപ്പുറം കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ. സാദാ ചോറും മീൻകറിയും പച്ചക്കറിയൊക്കെ നമ്മൾ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചെമ്പുമായിട്ട് വരുന്നുണ്ട്. ഇത് അരി കഴുകാനും അളന്ന് എടുക്കാനൊക്കെ ഉള്ള പാത്രമാണ്. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി ഓയിലുണ്ടല്ലോ, ആ ഓയിലാണ് ഈ പാത്രത്തിലേക്ക്, ഈ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ ഓയിൽ വേറെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കുള്ള സ്പൈസസ് ആണ്. ഇത് എടുത്ത് വെക്കുകയാണ്. ഏലക്കായ, കറാമ്പൂവ്, പട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്. വരെ മസാലക്കാണ് കേട്ടോ പ്രത്യേകത. ഇതെല്ലാം കൂടെ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരി അളന്ന് വെച്ച പാത്രത്തിൽ വെള്ളം കണക്കാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2.5 ബക്കറ്റ് അരിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി അവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അരി ഇവിടെ കഴുകി ഊറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ വേവിച്ചിട്ട് എടുക്കില്ല കേട്ടോ. കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കൂടുതൽ വേവുന്നില്ല, ഹാഫ് വേവ് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള സാദാ ചോറും
കറികളൊക്കെയാണ് കാണിച്ചു തരാം. ഇപ്പോൾ ചോറ് ഞങ്ങളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ തൈരിലേക്കുള്ള ക്യാരറ്റും കക്കിരിയൊക്കെയാണ് മുറിച്ചിട്ടുള്ളത്. ഇനി ഇതാ സവാളയിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളകും ക്യാരറ്റും കക്കിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി കളറ് അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ പച്ചമുളകും ക്യാരറ്റും കക്കിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തൈരൊക്കെ ലാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടെടുക്കുക. ഇവർ പറഞ്ഞാൽ അതിനൊന്നും കുഴപ്പമില്ല, അപ്പോൾ തന്നെ കൂട്ടി വെക്കാമെന്ന്. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ തൈരൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. അവരൊന്നും കാണിക്കുന്നില്ല, വീഡിയോ കുറേ ലെങ്തായി പോകുന്നത്. ഇനി നമ്മുടെ പായസം റെഡിയാക്കാനുള്ള ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ഇളക്കുന്ന കയ്യിലും ചെമ്പും നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം കളയാണ് കേട്ടോ ചെയ്യുന്നത്. അത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പാല് പിരിഞ്ഞ് പോകുന്നതിനാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വീണ്ടും വേറെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കുകയാണ്. ഇതിലേക്ക് കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി ഒഴിച്ച് കൊടുക്കുക, ഈസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ ചില്ലി ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ആക്കി വെക്കുന്നത് കേട്ടോ. ഇനി ഇതാ നമ്മുടെ പായസം റെഡിയാക്കാനുള്ള ചെമ്പിലേക്ക് ആ വെള്ളം കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പിൻ്റെ നുറുക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് റെഡിയാക്കും. അപ്പോൾ അതാ നമ്മുടെ നേരത്തെ മസാല റെഡിയാക്കി വെച്ചത് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലെ മസാല പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഇതാ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ അടിച്ച് വെച്ചതുകൊണ്ട് തന്നെ കുറേ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 kg ആണ്, അത് കുറേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാളയാണ് കേട്ടോ വിതറി കൊടുക്കുന്നത്. അത് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ റൈസ് വേവിച്ചത് 1/2 വേവാണ് ആക്കിയിട്ടുള്ളത്. അത് ഇനി കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടിയാണ് കേട്ടോ ഇവരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ കുറേ സ്പൈസസാണ് ചേർത്തിട്ടുള്ളത്, അതൊക്കെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വിതറിയതിന് ശേഷം ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും കാഷ്നട്ടും മുന്തിരിയൊക്കെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാനായിട്ട് തന്നെ. അപ്പോൾ ഇതാ കുറേ വിതറിയതിന് ശേഷം വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം റൈസും വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്.
വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മസാലയിൽ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതിൽ ഉണ്ടായിട്ടുള്ള വെള്ളം അതിൽ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ദാ റൈസ് ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വീണ്ടും നേരത്തെ ഇട്ടതുപോലെ തന്നെ മസാലപ്പൊടികളും നമ്മുടെ നേരത്തെ തയ്യാറാക്കിയുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ മൈദ ചുറ്റിലും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. മൈദ വെക്കുന്ന സ്റ്റൈൽ കണ്ടോ, അടിപൊളിയാണല്ലേ. അപ്പോൾ നന്നായിട്ട് പ്രസ്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ചെറിയ തോതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊരു വെയിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് പ്രസ്സായി നിന്നോളും. ഇത് ആവി വരുന്ന സമയത്താണ് പിന്നെ ഇത് വീണ്ടും തുറന്ന് കൊടുക്കുന്നത് കേട്ടോ. അതുവരെ അടിയിൽ നന്നായിട്ട് ഈ ചിരട്ട മാത്രം കത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ 2 ചാക്ക് ചിരട്ടയാണ് അടിയിൽ ഇട്ടിട്ടുള്ളത്, കാണുന്നില്ലേ? ഇതാ അത് മാത്രമാണ് നമ്മളിപ്പോൾ ഇനി കത്തിച്ചു കൊടുക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ്സായിട്ട് അടിച്ച് വെച്ചിട്ട് തീ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം. അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതാ മുകളിൽ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ തൂവിയതിന് ശേഷം ഇനി ഇതാ മൂടി വെച്ച് കൊടുക്കുകയാണ്. മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമർത്തി നന്നായി അടിച്ചു അമർത്തുന്നുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ചെറിയൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ. അടിയിൽ കുറച്ച് കണലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കത്തി വന്നോളൂ. ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് ഇത് സെറ്റായിട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നോക്കണ്ട, ഇത് ആവി വരുന്നത് വരെ അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ ചെയ്യാം. ഇതാ പായസത്തിനുള്ളത് റെഡിയാക്കുകയാണ്. നമ്മൾ നേരത്തെ വെള്ളം വെച്ചതിൽ ഗോതമ്പിൻ്റെ നുറുക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാഴ്ചക്കാരായിട്ട് കുറേ പേരുണ്ട് കേട്ടോ, ഞങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണാത്തതാണ്. നമ്മുടെ ഇതാ ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ട് ആവി വരുന്ന വരെയാണ് കത്തിക്കുക. ഇത് ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് കാണിക്കുന്നത്. ഇതാ ഒരു സൈഡിൽ കൂടെ ആവി വരുന്നുണ്ട്, അത് നന്നായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഇങ്ങനെ ആവി വന്നതിന് ശേഷം തീയൊക്കെ തണുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വിളമ്പാൻ സമയമായപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് ഇനി വിളമ്പിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു. എല്ലാവരും ഒരേപോലെ അഭിപ്രായം പറഞ്ഞ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവർ ഇവരുടെ കോൺടാക്റ്റ് നമ്പറിനായിട്ട് ചോദിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ. കൂടുതൽ വിളമ്പുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ. ഇതാദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ നമ്മുടെ മൗലൂദും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം കഴിയാനായപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.